ഞാനിപ്പോഴൊരു വീഡിയോ കണ്ടു. അതായത് കള്ള് കുടിച്ചിട്ട് വണ്ടി ഓടിച്ചു എന്ന് പറഞ്ഞിട്ടാണ് പോലീസുകാർ പിടിച്ചിട്ട് അവിടെ ഭയങ്കര കലിപ്പ് വിഷയങ്ങൾ ഒക്കെ ആകുന്നുണ്ട്. അപ്പോൾ അവർ ചോദിക്കുന്നു, നിങ്ങൾ സർക്കാർ ഇത് ഇറക്കി വിൽക്കുന്നത് കൊണ്ടല്ലേ ഞങ്ങൾ കുടിച്ചതെന്ന്. ശരിയല്ലേ? സർക്കാർ ഇങ്ങനെയുള്ള ഫാക്ടറികൾ വെച്ചിട്ട് വിൽക്കാനായിട്ട് ഫാക്ടറികൾ തുറന്നു വെക്കുന്നത് കൊണ്ടാണല്ലോ ഈ ജനങ്ങൾ പോയിട്ട്, ആണായാലും പെണ്ണായാലും പോയിട്ട് ഈ സാധനം വാങ്ങി കഴിക്കുന്നത്, ലഹരി വസ്തു വാങ്ങി കഴിക്കുന്നതും, പിന്നെ അവർ വണ്ടി ഓടിക്കുന്നതും, ബോധമില്ലാതെ വീഴുന്നതും, അല്ലെങ്കിൽ പല പല പ്രോബ്ലങ്ങൾ ഉണ്ടാകുന്നതും. ഈ മാരകമായ വസ്തുക്കൾ അല്ലെങ്കിൽ മാരകമായ ലഹരികൾ ഇങ്ങനെ ഫാക്ടറികൾ തുറന്നു വെച്ച് വിൽക്കുന്നത് കൊണ്ടാണല്ലോ ജനങ്ങൾ വാങ്ങുന്നത്. ജനങ്ങൾക്കറിയില്ലല്ലോ ഇങ്ങനൊരു സംഭവം ഉണ്ടെന്ന്. ഈ സർക്കാർ ഇത് ഉണ്ടാക്കി അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഫാക്ടറികൾ തുറന്നു വെക്കുന്നത് കൊണ്ടാണ് ഈ കണ്ടമാനം ആൾക്കാരും ഇത് വാങ്ങി കഴിക്കുന്നതും ബോധമില്ലാതെ പോകുന്നതും പല പല ഇൻസിഡൻറ്റുകളും നടക്കുന്നതും. എന്നിട്ടോ ഇത് കഴിച്ചിട്ട് പുറത്തോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ അപ്പോഴേ അവരെ പിടിക്കുകയാണ്, ഫൈൻ അടയ്ക്കുകയാണ്, ജയിലിൽ കൊണ്ടിടുകയാണ്. എന്താണിത്? വെള്ളരിക്കപ്പെട്ടണം? അല്ല, എനിക്കും മനസ്സിലാകുന്നില്ല ഇതെന്താണെന്ന്. അവർ തന്നെ വിൽക്കുന്നു, അവർ തന്നെ ഈ കഴിക്കുന്നവരെ പിടിക്കുന്നു, അവർ തന്നെ ഫൈൻ അടയ്ക്കാനായിട്ട് റെസിപ്റ്റ് എഴുതി കൊടുക്കുന്നു. എന്താണ്? കാശുണ്ടാക്കാൻ എത്രയോ മാർഗങ്ങളുണ്ട് അല്ലേ? ഒരുപാട് മാർഗങ്ങളുണ്ട്. ഇങ്ങനെ തന്നെ വേണമെന്നുണ്ടോ? ഒരു സാധനം വിൽക്കാൻ വെച്ചിരിക്കുമ്പോൾ അവരത് വാങ്ങും, അവരതിൻ്റെ ടേസ്റ്റ് അറിയാൻ നോക്കും, ചിലപ്പോൾ ഉപയോഗിക്കും. ചില ആൾക്കാർ ടേസ്റ്റ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഡെയിലി ഉപയോഗിക്കും. മനസ്സിലായില്ലേ? അപ്പോൾ സാധനം വിൽക്കാനിരുന്നാൽ സാധനം വാങ്ങും, അത് കഴിക്കുമ്പോൾ ചിലപ്പോൾ ലഹരിയാണെന്നുണ്ടെങ്കിൽ അത് ബോധമില്ലാതെ ആകും, ചിലപ്പോൾ വഴിയിൽ വീഴും, ചിലപ്പോൾ വണ്ടി ഓടിക്കും. ലഹരി ഉപയോഗിച്ചുകൊണ്ട് വണ്ടി ഓടിച്ചാൽ ഫൈനാണ്. അപ്പോൾ അവർ പിടിക്കണ സീനാണ്. ഊതാൻ പറയും. ഊതുമ്പോൾ ഒരു പ്രത്യേകതരം സൗണ്ട് വന്നു കഴിഞ്ഞാൽ അപ്പോഴവരെ പിടിക്കണ സീനാണ്. അല്ലെങ്കിൽ അപ്പം 5000 അടയ്ക്കണം, 10,000 അടയ്ക്കണം. 10,000 അടച്ചാൽ അപ്പം പോവാം, ഇല്ലയെന്നുണ്ടെങ്കിൽ കോടതിയിലേക്ക് വരും. ഈ ലഹരി ഉണ്ടാക്കുന്നതാരാ? അത് പ്രൊമോട്ട് ചെയ്ത് കൊടുക്കുന്നതാരാ? ഇത് വിൽക്കാനുള്ള ലൈസൻസും അനുമതിയും കൊടുത്തതാരാ? സർക്കാർ അല്ലേ? ആ സർക്കാർ തന്നെയാണ് ഈ ജനങ്ങളെ പിടിക്കുന്നത്. അപ്പോൾ ഒരു വള്ളത്തേൽ 2 ചരക്ക് കൊണ്ട് പോവുകയാണ്. എൻ്റെ ഒരു തോന്നലിൽ ഒരു വള്ളത്തേൽ 2 ചരക്ക് കൊണ്ട് പോവുകയാണ്. ഇത് ശരിയാണോ? അല്ല. ഒരു വള്ളത്തിൽ ഒരു ചരക്ക് കൊണ്ടുപോകണം. ഇത് എല്ലാം കൂടെ പടലയോടെ ഇഞ്ഞു പോരട്ടെ എന്നുള്ള രീതിയിലാണ് ഇവർ തന്നെ, ഈ സർക്കാർ തന്നെയാണ് മൊത്തത്തിൽ ഇതെല്ലാം ചെയ്യുന്നത്. വിൽക്കാനുള്ള ലൈസൻസ് കൊടുക്കുന്നതും അവർ തന്നെയാണ്, വാങ്ങുന്നവരെ പിടിച്ചിട്ട് അവരെ ലൈസൻസ് റദ്ദാക്കുന്നതും അവർ തന്നെയാണ്. എന്താ അല്ലേ നിയമം? അവർ ചിന്തിക്കുന്നു, അവർ പ്രവർത്തിക്കുന്നു. ഇത് വിൽക്കാതിരുന്നെങ്കിലോ ഈ ജനങ്ങളിത് കഴിക്കുമോ? വിൽക്കാതിരുന്ന ജനങ്ങളിത് കഴിക്കത്തില്ല. വിൽക്കുന്നത് കൊണ്ടാണ് ജനങ്ങളിത് കഴിക്കുന്നത്. കഞ്ചാവായാലും ബ്രൗൺ ഷുഗറായാലും എന്ത് തന്നെയായാലും ഇപ്പോഴത്തെ ജനറേഷൻ പിള്ളേർ ഇതൊക്കെ കഴിക്കും. കാരണം അവർക്ക് കാണാത്തൊരു സംഭവം കാണും പോലെ, കേൾക്കാത്തൊരു സംഭവം കേൾക്കുമ്പോൾ അതെങ്ങനെ നമുക്കൊന്ന് മണത്ത് നോക്കണം, അല്ലെങ്കിൽ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം, രുചിച്ച് നോക്കണം എന്നൊക്കെ തോന്നും. അപ്പോൾ അവരത് ചെയ്യും. അതെന്തുകൊണ്ടാണ്? അതൊരു കടയിലിരിക്കുന്നത് കൊണ്ടല്ലേ? അപ്പോൾ അതില്ലാതിരുന്നാൽ അങ്ങനെ ഒരു സംഭവം വരില്ലല്ലോ. നിങ്ങൾക്കിതൊന്ന് നിർത്തലാക്കിക്കൂടി? ഇതിപ്പോൾ ഓവറാണെന്ന് പറഞ്ഞാൽ ഓവറാണ്. ഇതൊക്കെ കഴിച്ചിട്ട് ഇപ്പോഴത്തെ കുട്ടികൾ വീടുകളിൽ കാണിക്കുന്ന അക്രമങ്ങൾ വേറെ, പുറത്ത് നാട്ടിൽ കാണിക്കുന്ന അക്രമങ്ങൾ വേറെ, ജനങ്ങളുടെ അടുത്ത് കാണിക്കുന്ന അക്രമങ്ങൾ വേറെ. നാട് നശിച്ചു കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ് ഈ ലഹരി കാരണം. നിങ്ങൾക്കിതൊന്ന് നിർത്തലാക്കിക്കൂടെ? വേറെ എന്തെല്ലാം മാർഗങ്ങളുണ്ട് കാശെടുക്കാനായിട്ട്? നിങ്ങൾക്ക് ഖജനാവിൽ കാശില്ല എങ്കിൽ കാശ് വാങ്ങാനായിട്ട് എന്തെല്ലാം മാർഗങ്ങളുണ്ട്. സാധനങ്ങൾ ഇപ്പോൾ വിൽക്കുന്നുണ്ട്. അതിൽ ഒരു രൂപ 2 രൂപ അല്ലെങ്കിൽ 1 രൂപ കൂട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ 1 രൂപ വെച്ച് 1 ലക്ഷം വരെ ആയാലും നല്ലൊരു എമൗണ്ട് ആവുന്നുണ്ട് ഇല്ലേ? കൂട്ടിക്കഴിച്ച് നോക്കിയാൽ കണക്ക് ശരിയാവും. നല്ലൊരു എമൗണ്ട് ആവുന്നുണ്ട്. അത് തന്നെ ധാരാളമുണ്ട്. കോടിക്കണക്കിന് ആൾക്കാരുണ്ട് ഞാൻ നോക്കിയിട്ട്. ഈ കോടിക്കണക്കിന് ആൾക്കാർ എല്ലാവരും കൂടെ 1 രൂപ വെച്ചിട്ടാലും നിങ്ങളുടെ ഖജനാവ് നിറഞ്ഞ് കവിയും. ഈ കഞ്ചാവും ബ്രൗൺ ഷുഗറൊന്നും വിൽക്കേണ്ട കാര്യമേ ഇല്ല എൻ്റെ അഭിപ്രായത്തിൽ. കുട്ടികൾ നശിച്ചു പോവുകയാണ്. കുട്ടികളെന്നല്ല, വലിയ ആൾക്കാർ നശിച്ചു പോവുകയാണ്. ജോലിയും കഴിഞ്ഞ് വരുമ്പോൾ അവർക്ക് 2 എണ്ണം അടിക്കണം, ക്ഷീണം മാറ്റാൻ, വേദന മറക്കാൻ. അവർ 2 എണ്ണം അടിക്കണതാണ്. ചിലർക്ക് കപ്പാസിറ്റി കാണത്തില്ല. അപ്പോൾ അവരുടെ എല്ലാ ആമ്പിളിവേറും നശിക്കുമ്പോൾ ബഹളവും അടിയും വെട്ടും കുത്തും തരികടയും ഒക്കെ സംഭവിക്കും.
ഇത് സഹജം. മൊത്തത്തിലെ മനസ്സിലായില്ലേ? നാട്ടിൽ നടക്കുന്ന കാര്യമാണത്. ഈ ലഹരിയൊന്നും ഒരു സാധനം ഒഴിവായി പോയി കഴിഞ്ഞാൽ കുറേ ആൾക്കാർ രക്ഷപ്പെടും. മനസ്സിലാവുന്നുണ്ട്? കുറേ ആൾക്കാർ. എന്താണ് അവന്മാർ കുടിച്ചിട്ട് വണ്ടി ഓടിച്ച ഉടനെ ഇവർ പിടിക്കുകയാണ്, പെറ്റി അടയ്ക്കണം. പിടിച്ചു. നിങ്ങൾ കുടിച്ചിട്ട് വണ്ടി ഓടിച്ചു, എങ്ങനെ കുടിച്ചു? ആര് തന്നു കുടിക്കാൻ? ഇത് എവിടെ നിന്ന് കിട്ടി? അതാണ് ചോദിക്കേണ്ടത്. എവിടെ നിന്ന് കിട്ടി? ഏത് കടയിൽ നിന്ന് വാങ്ങി? ഒരു വ്യക്തിയെ കൊല്ലുമ്പോൾ വിഷം കൊടുത്താണ് കൊല്ലുന്നതെന്നുണ്ടെങ്കിൽ ആ വിഷം എവിടെ നിന്ന് വാങ്ങി? ആ വിഷം ആര് തന്നു? ഇതാരുണ്ടാക്കി? ഇതെങ്ങനെ ഉണ്ടാക്കി? ഇതെവിടെ നിന്ന് വന്നു? ഇങ്ങനെയൊക്കെ അവർ ചതഞ്ഞ് എടുക്കും. അപ്പോൾ ഇതും ചതയാൻ പാടില്ലേ? ഈ സാധനം നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടി? ഇതാര് തന്നു? ആരുണ്ടാക്കി? ആ ഷോപ്പിൽ പോയിട്ട് ഇതാരുണ്ടാക്കി? ഈ ലൈസൻസ് എവിടെ നിന്ന് കിട്ടി? ഇതൊക്കെ ചോദിക്കണ്ടേ? അതില്ല. അത് ചോദിച്ചാൽ ഖജനാവ് അടഞ്ഞു പോകും. അത് ചോദിക്കത്തില്ല. ജനങ്ങൾ കഴിച്ചിട്ട് വണ്ടി ഓടിച്ചാൽ കുഴപ്പം. വിൽക്കണോണ്ടല്ലേ വാങ്ങുന്നതെന്നാണ് എൻ്റെ ഒരു ചോദ്യം. ഒരു വസ്ത്രം, നമ്മൾ ചുരിദാർ വാങ്ങാനാണ് ഒരു കടയിൽ പോകുന്നത്. അപ്പോൾ അവിടെ ഒരു വെറൈറ്റി പാവട ഉടുപ്പും കാണുകയാണ്. കണ്ടാൽ നല്ല ഭംഗിയാണ്. നമ്മളെന്തോ വെറുതെ വരുമോ? അത് കാണുമ്പോൾ നമുക്കൊരു മോഹം തോന്നും, ഒന്ന് ഇട്ട് നോക്കിയാൽ എന്താണ്. അപ്പം നോക്കുമ്പോൾ വേറൊരു ഫാമിലി വരികയാണ്, അതിലുള്ളൊരു കുട്ടി ആ ഡ്രസ്സ് ഇട്ടുകൊണ്ട് വരികയാണ്, നല്ല ഭംഗിയുണ്ട്. എനിക്കും വേണം, എനിക്കും വേണം, എനിക്കും വേണം. ആ തോന്നൽ വരുമ്പോൾ ഞാനും വാങ്ങിയിടും. അങ്ങനെ ഒരു കാണുന്ന സാധനം വാങ്ങിയിടാനൊരു മോഹം കൊണ്ടിടുന്നതാണ്. അതുപോലെ കാണുന്നൊരു സാധനം കഴിച്ചു നോക്കാനുള്ള ടേസ്റ്റ് കൊണ്ട് കഴിക്കുന്നു. വീണ്ടും അവർക്കത് കഴിക്കാൻ തോന്നുന്നു, അവരത് കഴിക്കുന്നു. കഴിക്കുമ്പോൾ മാനസികമായിട്ട് അവരുടെ ബ്രെയിനെല്ലാം കൂടെ വേറെ പോകുന്നു, കോൺട്രവേഴ്സ് മാറുന്നു. ഒരു വണ്ടി ഓടിക്കുന്നു, പല പല പ്രശ്നങ്ങളുണ്ടാകുന്നു. വണ്ടി എവിടെയെങ്കിലും കൊണ്ടിടിക്കുകയോ പല പല പ്രശ്നങ്ങളുണ്ടാകുന്നു. എൻ്റെ അഭിപ്രായത്തിൽ ഇത് നിർത്തലാക്കി കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള പല പല പ്രശ്നങ്ങൾ ഒഴിവാക്കാം എന്നാണ് എനിക്ക് പറയാനുള്ളത്. മനസ്സിലാവുന്നുണ്ടോ? അല്ലാതെ കുറേ ജനങ്ങളെ ഇങ്ങനെ പിടിച്ച് അവരത് ചെയ്തു, ഇവരിത് ചെയ്തു, വണ്ടി ഓടിച്ചുകൊണ്ട് അങ്ങനെ ചെയ്തു, ഇങ്ങനെ ചെയ്തു എന്നൊന്ന് പിടിച്ച് ലൈസൻസ് റദ്ദാക്കിയിട്ടൊന്നും യാതൊരു കാര്യമില്ല. എന്താണ് പ്രയോജനം? നിങ്ങൾ ചെയ്യുന്ന തെറ്റിന് ജനങ്ങളെ പഠിച്ചിട്ടൊരു പ്രയോജനവുമില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്.